ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ 14 പോസ്റ്റുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, സാറേ ഏതാണ് ഏറ്റവും നല്ല പോസ്റ്റ്, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഏത് പോസ്റ്റിനാണ്, അതേപോലെ തന്നെ പ്രമോഷൻ സാധ്യത ഏറ്റവും കൂടുതൽ ഏതാണ്, സ്വന്തം നാട്ടിൽ ജോലി കിട്ടാനായിട്ട് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ജോലി ഭാരം കുറഞ്ഞ പോസ്റ്റ് ഏതാണ്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാര്യത്തിലേക്ക് പോവാം. റെയിൽവേ ഗ്രൂപ്പ് ഡി, നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഏറ്റവും വലിയൊരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യത മാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. കൂടാതെ കൊറോണ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇപ്രാവശ്യം എന്താണ് ഏജ് റിലാക്സേഷൻ കൂടി ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ന് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും, അതായത് നിലവിലെ ഈ 14 പോസ്റ്റുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു ജോബ് കൂടിയാണ് ഈ ഒരു 14 കാറ്റഗറിയിലെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതാണ് പോസ്റ്റ് എന്നുള്ളതും ആ പോസ്റ്റ് എന്താണ് ഇത്രയും നല്ല പോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്തെന്നുള്ളതും, അതേപോലെ തന്നെ അതിൻ്റെ നിലവിലത്തെ പ്രൊമോഷൻ സാധ്യതകൾ എന്താണെന്നുള്ളതും, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ജോബ് പ്രൊഫൈല്, സാലറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് നിലവിൽ ഈ പറയുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ 14 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. പല പോസ്റ്റുകളുടെയും വേക്കൻസീസ് ആണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. പോയിന്റ്സ്മാൻ, അതേപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അങ്ങനെ ഇത്രയും 14 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പോയിന്റ്സ്മാൻ ബി, ആ ഒരു ട്രാഫിക് ആയി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും അതിൽ വരുന്ന സാലറി സ്കെയിൽ എത്രയാണെന്നുള്ളതും, അതേപോലെ തന്നെ ജോബ് പ്രൊഫൈല്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും നമ്മൾ പറയാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 14 പോസ്റ്റുകളിൽ വെച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും ഹൈ ആയിട്ടുള്ള പോസ്റ്റാണ് പോയിന്റ്സ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ, അതായത് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ട്രാഫിക് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A2 ആണ്. ഓക്കെ, അതായത് സ്പെക്സ് വെച്ച ആൾക്കാർക്കൊന്നും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലേഡീസിനും അതേപോലെ തന്നെ ജെൻസിനും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ ഇന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുന്നത് 5038 വേക്കൻസീസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് പറയുന്നത്. നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ നിലവിലുള്ളത്, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോബാണ്, വലിയ പ്രശ്നമില്ലാത്തൊരു ജോബിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കാണ്. 5058 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് കുറച്ചുകൂടി ടഫായിട്ടുള്ള ജോലിയാണ് ട്രാക്ക് മെയിൻറ്റെയിനർ എന്ന് പറയുന്നത്. അത് 13,187 പോസ്റ്റാണ്. അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആ ഒരു പോസ്റ്റിലേക്ക് 5088 വേക്കൻസിയാണ് നിലവിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ സാലറി വരുന്നത് 27,000 മുതൽ 32,000 വരെയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. കൂടാതെ യൂണിഫോം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, HR, നാഷണൽ ഹോളിഡേ അലവൻസ്, അതൊക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പെടുന്നതായിരിക്കും. ഓക്കെ, ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടീനേക്കാൾ കൂടുതൽ വരുന്നത് അല്ലാതെയുള്ള വർക്കുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് വരുന്നത്. അതായത് നിലവിൽ എന്ത് ചെയ്യുക, സ്റ്റേഷൻ മാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുക.
അതാണ് ഈ പറയുന്ന ജോബ് പ്രൊഫൈലിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഏകദേശം ഒരു 12 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഒക്കെ വരുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ട്രെയിൻ വന്നു കഴിയുമ്പോൾ ട്രെയിന് വേണ്ടിയിട്ട് പച്ചക്കൊടി അതേപോലെ തന്നെ ചുമന്ന കൊടി കാണിക്കുക. ഇതാണ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ ഈ പറയുന്ന നിലവിലത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കൊടിയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും നിലവിൽ എന്താണ് റെയിൽവേയുടെ സൈഡിലായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് ലേഡീസും ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് ജെൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ചിലപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് എന്താണ് ട്രെയിനൊക്കെ കുറവുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെയൊക്കെ വരുന്ന ട്രെയിൻസ് മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന കൊടി കാണിക്കുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള ടൈം നമുക്ക് എന്താണ് വെറുതെ ഇരിക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്കിരുന്ന് പഠിക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിൽ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു, നിലവിലെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റാണ് ഈ 14 പോസ്റ്റുകളിലെയും ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ. അപ്പോൾ ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇതിന് വേണ്ടിയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ പ്രമോഷൻ 3 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രമോഷൻ ടെസ്റ്റ് ഉണ്ട്, LDC എഴുതാം, അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, ടിക്കറ്റ് കളക്ടർ, അതേപോലെ തന്നെ എന്താണ് ട്രെയിൻസ് മാനേജർ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രമോഷൻ കിട്ടാവുന്ന വളരെയധികം പ്രമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത്. അതേപോലെ തന്നെ ഇതെന്താണ് നിലവിലെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന കാറ്റഗറി. അതേപോലെ തന്നെ എന്താണ് നിലവിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക, അതായത് PWBD, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി നോട്ട് ആപ്ലിക്കബിൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജോബ് നേച്ചർ നമ്മൾ പറഞ്ഞു ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ജോലിയൊന്നും അല്ല. എന്താണ് നിലവിൽ ഈ പറയുന്ന ട്രെയിൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമുക്ക് എന്താണ് നിലവിൽ കൊടി പച്ചക്കൊടി ഉണ്ട്, ചുമന്ന കൊടി ഉണ്ട്, അത് കാണിക്കാം. പിന്നെ ചില സമയങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ ബോഗീസും എഞ്ചിനുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, അത് തമ്മിൽ കപ്പിൾ ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് ജോലികൾ കൂടി അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതേപോലെ ട്രാക്കിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ജോയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജോബിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ. ചിലപ്പോൾ ഒരു കാര്യം പറയാം, ഇതിപ്പോൾ ഈ ഒരു ജോബിൻ്റെ നേച്ചർ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജനറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾക്ക് ഭയങ്കര അധികം ടഫായിരിക്കും, ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ജനറൽ ആയിട്ട് അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് പോയിന്റ്സ് മാൻ ബി എന്ന് പറയുന്നത്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഉറപ്പായിട്ടും നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾ പുറത്താവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്കുള്ള ഡൗട്ടായിരുന്നു ഏതാണ് പോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഗ്രൂപ്പ് ഡിയുടെ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തോ, നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.